വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. മുന്നണികൾ കലുഷമാണ്. പ്രത്യേകിച്ച് UDF-ൽ അടികലശം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ കെ സുധാകരൻ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലുള്ള ഒരു ഫൈനൽ വേർഡ്, ഒരു സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. കെ സുധാകരന് മാത്രം ഇളവ് നൽകുമെന്നാണ് കേൾക്കുന്നത്. കെ സുധാകരന് മാത്രം ഇളവ് നൽകിയാൽ കോന്നിയിൽ അടൂർ പ്രകാശ് അദ്ദേഹത്തിന്റെ ക്ലെയിം കൂടുതൽ ശക്തമാക്കില്ല എന്ന ചോദ്യമുണ്ട്. ബാക്കി എംപിമാർ ആരൊക്കെ ഞങ്ങൾക്ക് മത്സരിക്കണമെന്ന സമ്മർദ്ദം ശക്തമാക്കാൻ പോകുന്നറിയില്ല. അതെന്തായാലും പത്രിക സമർപ്പിക്കാൻ ഇനി 3 നാൾ മാത്രം ബാക്കി. കണ്ണൂർ സീറ്റിനായി കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തിയ കെ സുധാകരന്റെ സമ്മർദ്ദ നീക്കങ്ങളിൽ മുട്ടുമടക്കിയ നേതൃത്വം. കണ്ണൂരിൽ കെ സുധാകരൻ UDF സ്ഥാനാർത്ഥിയാകും. എംപിമാർക്ക് സീറ്റ് നൽകിയില്ലെന്ന തീരുമാനത്തിൽ സുധാകരന് മാത്രമായി ഇളവ് നൽകും. കെ സുധാകരൻ പാർട്ടി വിട്ടേക്കും എന്ന നിർണായക ഘട്ടത്തിൽ മുതിർന്ന നേതാവ് AK ആന്റണി കെ സുധാകരനുമായി സംസാരിച്ചു. പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കണമെന്ന് സുധാകരനോട് പറഞ്ഞു എന്ന് പറയുകയായിരുന്നു AK ആന്റണി. ഞാൻ സുധാകരനോട് ദീർഘമായി സംസാരിച്ചു. കണ്ണൂർ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ജീവൻ പണയപ്പെടുത്തി പോരാടിയ ആളാണ് സുധാകരൻ. അതുകൊണ്ട് ഒരിക്കലൊരു മൂന്നാമത് ഭരണം അവർക്കുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പാർട്ടിയുടെ തീരുമാനം അനുസരിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. കണ്ണൂരിൽ കെ സുധാകരൻ അനുകൂലികൾ അതിനിടയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. രാവിലെ ഒരു പ്രതിഷേധ പ്രകടനമായി തെരുവിലേക്ക് ഇറങ്ങുന്ന സമയത്തായിരുന്നു. ഒരുപാട് പേർ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ആ സമയത്തായിരുന്നു കെ സുധാകരന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് പിന്നെയും ഒരു അനുനയ നീക്കത്തിലേക്ക് പോകുന്നത്. പിന്നെയും ഒരു സീറ്റ് കിട്ടും എന്ന പോസിറ്റീവ് അവർക്ക് കെ സുധാകരൻ അനുകൂലികൾക്ക് KS ബ്രിഗേഡിന് പോസിറ്റീവ് ആയ കാര്യങ്ങൾ മാറിയതപ്പോൾ അവർ ആഹ്ലാദ പ്രകടനം നടത്തി. അതേസമയം സുധാകരന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞ് VD സതീശനും സണ്ണി ജോസഫും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി. അങ്ങനെ പല വാർത്തകളും വരും. അതിനൊക്കെ ഞാൻ എല്ലാത്തിനും പ്രതികരിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് റോളില്ല, ഞങ്ങൾക്കൊരു റോളും ഇല്ല അതിൻ്റെ അകത്ത്. അത് സംസ്ഥാന നേതാക്കളുടെ പരിധിയിൽപ്പെടുന്ന കാര്യമെല്ലാം നിങ്ങൾ ചോദിക്കുന്നത്. അത് ACC നേതൃത്വം എടുത്ത തീരുമാനവും ആണ്. അവർ നിങ്ങൾ കൃത്യമായ സമയത്ത് അറിയിക്കും. അത് ഞങ്ങൾ ആരംഭം മുതൽ പറഞ്ഞു. ഹൈക്കമാൻഡാണ് തീരുമാനിച്ച് പ്രഖ്യാപനം അറിയിക്കുന്നത്. ഒരു പേരും പ്രഖ്യാപിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഹൈക്കമാൻഡാണ് എൻ്റെ പേരുൾപ്പെടെ പ്രസിദ്ധീകരിച്ചത്. ഒരു പ്രതിസന്ധിയുമില്ല. സാധാരണ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി പട്ടിക വരുന്നതിനേക്കാൾ അനായാസേന ഒരു പട്ടികയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി, അജീഷ് ശേഖുമാർ, R ശ്രീതൂർ ഏറ്റവും പുതിയ വിവരങ്ങൾ വച്ചിരുന്നു. ആദ്യം ബൽറാമിനെ കാണും. ബൽറാം, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് ഇന്നേക്ക് 4ാം ദിവസമാണ്. LDF-ഉം UDF-ഉം ആ രാത്രി തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥികൾ തെരുവിലാണ്. ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. BJP 2ാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവർ സജീവമാകുന്നു. ഇപ്പോഴും കോൺഗ്രസിന്റെ 2ാം ഘട്ട പ്രധാനപ്പെട്ട തർക്കമുള്ള സീറ്റുകളിലെ സ്ഥാനാർത്ഥിപ്പെട്ട് ഇനിയും വന്നിട്ടില്ല. സുധാകരനിൽ തട്ട് നിൽക്കുകയായിരുന്നു. ആ സുധാകരൻ ബാരിയർ അനുനയത്തിലൂടെ ഒഴിഞ്ഞു എന്ന് കരുതാവോ? സുധാകരൻ എന്തായാലും 12 മണിക്ക് നടത്താനെന്ന വാർത്താ സമ്മേളനം 2ാം തവണയും മാറ്റിവെക്കുന്നത് താൽക്കാലികമാണോ? യഥാർത്ഥത്തിൽ അക്കാര്യത്തിൽ ഫൈനൽ തീരുമാനമായോ? ബൽറാം, കെ സുധാകരന്റെ കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷൻ തുടരുകയായിരുന്നു. അത് അത്യന്തികം നാടകീയം എന്ന് പറഞ്ഞാൽ കെ സുധാകരൻ ആദ്യം സീറ്റില്ല എന്ന് പറഞ്ഞു. കെ സുധാകരൻ ഡൽഹിക്ക് പോകുമോ എന്ന കൺഫ്യൂഷൻ ഉണ്ടായി. കെ സുധാകരൻ കാപ്പാടൻ രമേശ് അനുസ്മരണ യോഗത്തിൽ വൈകാരികമായി സംസാരിച്ചതിനു ശേഷം ഡൽഹിക്ക് പോകാൻ തീരുമാനിച്ചു. ഡൽഹിക്ക് പോകുമ്പോഴും കെ സുധാകരൻ പറഞ്ഞിരുന്നത് സീറ്റ് കണ്ണൂരിൽ ഞാൻ സ്ഥാനാർത്ഥിയാകും, അതിനപ്പുറം ഒരു ഏതെങ്കിലും തരത്തിൽ കോംപ്രമൈസ് ചർച്ചയ്ക്കില്ല എന്ന പിടിവാശിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു കെ സുധാകരൻ. അതിനുശേഷം പിന്നെയും എന്നാൽ പിന്നെ ഹൈക്കമാൻഡ് സീറ്റ് കൊടുത്തേക്കാം എന്നൊരു ധാരണയിലേക്ക് എത്തി. അങ്ങനെ അത് അനുനയത്തിലേക്ക് പോകുന്നു എന്ന ഘട്ടം വന്നപ്പോഴാണ് ആദ്യം വിളിച്ച വാർത്താ സമ്മേളനം ഒഴിവാക്കിയ സുധാകരൻ. ഇന്നലെ രാത്രിയോടെ പിന്നെയും കാര്യങ്ങൾ കീഴ്മേൽ തകടം മറിഞ്ഞു. ഹൈക്കമാൻഡ് അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ആ തീരുമാനത്തിൽ എംപിമാർക്ക് സീറ്റ് കൊടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനത്തിൽ പിന്നെയും തട്ടി. രാവിലെ പ്രതിഷേധം കണ്ണൂരിൽ. ഏറ്റവും ഒടുവിൽ ഞാൻ പുതിയ പാർട്ടി പ്രഖ്യാപിക്കും, അവിടെ മാത്രം 25 സ്ഥാനാർത്ഥികളെ നിർത്തും എന്നൊക്കെയുള്ള കെ സുധാകരന്റെ ഭീമമായ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങുന്നു. കെ സുധാകരൻ ഒടുവിൽ കണ്ണൂർ സീറ്റ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ബൽറാം, അത് ഉറപ്പിക്കാവോ?
ഹാഷ്മി, അതീവ നാടകീയമായ നീക്കങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ നടന്ന ചർച്ചകൾക്കിടെ ഉണ്ടായ നാടകീയ നീക്കങ്ങളിൽ ഏറ്റവും തീക്ഷ്ണമായ നാടകീയ സംഭവങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ. അത് ഇന്നലെ ഉച്ച മുതൽ അർദ്ധരാത്രി പിന്നിട്ട് പുലർച്ചെ 3:15 വരെയുള്ള സമയത്ത് നടന്നത്. അതിന്റെ തുടർച്ചയായിരുന്നു. ആ ഒരു യോഗത്തിൽ പലതവണ കെ സുധാകരനെ അന്വയിപ്പിക്കാൻ ശ്രമമുണ്ടായി. ഒടുവിൽ അദ്ദേഹത്തിന് പാർട്ടി ഹൈക്കമാൻഡ് വഴങ്ങി അദ്ദേഹത്തിനും അടൂർ പ്രകാശിനും സീറ്റ് നൽകുന്നത് തരത്തിലേക്ക് ചർച്ചകൾ നീങ്ങുകയും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് CC ഇന്നലെ വൈകിട്ട് നീങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീടാണ് അപ്രതീക്ഷിതമായി AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അതൃപ്തിയുമായി രംഗത്തെത്തുകയും ഈ തീരുമാനമെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് കെ സുധാകരനെയും അടൂർ പ്രകാശ് അടക്കമുള്ള MP-മാരെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. അതോടെയാണ് കെ സുധാകരൻ വീണ്ടും കടുത്ത നീക്കങ്ങളിലേക്ക് ഹൈക്കമാൻഡിന്റെ ഈ തീരുമാനത്തിനെതിരെ അദ്ദേഹം നീങ്ങിയത്. അത് പാർട്ടിയിൽ നിന്നും പുറത്ത് ഇറങ്ങുക, MP സ്ഥാനം രാജിവെക്കുക, സ്വന്തമായി 25 ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുക തുടങ്ങിയ കടുത്ത നീക്കങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പരിഗണനയിലുണ്ടായിരുന്നത്. അതിനായുള്ള നീക്കങ്ങളും അദ്ദേഹം ആരംഭിച്ച ഘട്ടത്തിൽ അത് പാർട്ടിക്ക് വലിയ തോതിൽ തിരിച്ചടിയാകും എന്ന നേതൃത്വം മുന്നിൽ കണ്ടിരുന്നു. ഏറെ ആശങ്കയോടെയാണ് നേതാക്കൾ ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കണ്ടത്. സുധാകരനെ സംബന്ധിച്ചിടത്തോളം സമവായത്തിനുള്ള സാധ്യതകൾ, ആ ഒരു സാധ്യത പരമാവധി അദ്ദേഹത്തെ അന്വയിപ്പിക്കാൻ കഴിയുന്നവരെല്ലാം തന്നെ ഇടപെടുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഉള്ള ഒരു പ്രതിസന്ധി മറികടക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുണ്ടായിരുന്ന വഴി. ഈ ഒരു ഘട്ടത്തിലാണ് രമേശ് ചെന്നിത്തല, AK ആന്റണി എന്നിവർ കെ സുധാകരനുമായി സംസാരിച്ചത്. ഈ രമേശ് ചെന്നിത്തല അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചത് ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് 12 മണിയോടെ മാധ്യമങ്ങളെ കാണുമെന്നായിരുന്നു കെ സുധാകരൻ നേരത്തെ അറിയിച്ചിരുന്നത്. അത് ഒഴിവാക്കണം തൽക്കാലത്തേക്ക് എന്നുള്ളതായിരുന്നു. അല്പം കൂടി സമയം ചർച്ച ചെയ്ത് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു, അതിനായി അല്പം സമയം വേണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. അത് സുധാകരൻ അംഗീകരിക്കുകയും 12 മണിക്ക് വാർത്താ സമ്മേളനം അത് തൽക്കാലത്തേക്ക് ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു. തുടർന്നാണ് AK ആന്റണിയും കെ സുധാകരനുമായി സംസാരിച്ചത്. അദ്ദേഹം പാർട്ടിക്ക് ഭരണത്തിലെത്താനുള്ള ഒരു അവസരം ഇത്തരം നടപടികളിലൂടെ ഒഴിവാക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് മുന്നോട്ട് വെച്ചത്. എന്തായാലും ഇക്കാര്യം ഹൈക്കമാൻഡുമായും രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ആശയവിനിമയം നടത്തുകയും ഒടുവിൽ കെ സുധാകരൻ തുടക്കം മുതൽ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ തീരുമാനിക്കുന്നത് ഒക്കെ ഒരു 3-4 മാസം മുമ്പ് തന്നെ ഉയരുന്ന ചോദ്യമായിരുന്നു. എന്താണ് ഈ MP-മാർ മത്സരിക്കുക എന്നുള്ള കാര്യം. അത് തെരഞ്ഞെടുപ്പിന്റെ 16-ാം മണിക്കൂർ വരെ നീട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ അതിൽ കെ സുധാകരന്റെ കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തുമെന്ന് കരുതാം. ബൽറാം, നോക്കൂ, അടൂർ പ്രകാശ് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നത് എന്താണ്, മണ്ഡലം എൻ്റെ ഹൃദയമാണ്, അതിൽ അവിടെ ആര് സ്ഥാനാർത്ഥിയാണ് നിങ്ങൾ തന്നെ പ്രതീക്ഷിച്ചു, പക്ഷേ നിരാശരാവേണ്ടതില്ല, നമ്മളവിടെ ആരാണെങ്കിലും ജയിക്കും എന്നൊക്കെ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് പടയെന്ന് ഡിലീറ്റ് ചെയ്ത് പിൻവലിച്ചു അടൂർ പ്രകാശ്. അടൂർ പ്രകാശിനും അപ്പോൾ ഇനി സ്റ്റേക്ക് വെക്കാം, സുധാകരൻ ഇളവ് നൽകിയാൽ ശിവഗിരിമഠം അടക്കം പറഞ്ഞ എന്താണ് എനിക്ക് സീറ്റ് വേണം എന്ന് സ്റ്റേക്ക് വെക്കാം, അല്ലെങ്കിൽ ഇന്ന് ക്ലെയിം വെക്കാം. അപ്പോൾ അതിനും വഴങ്ങേണ്ടി വരുമോ ബൽറാം? ഹാഷ്മി, സ്വാഭാവികമായും ഈ അടൂർ പ്രകാശും കെ സുധാകരനും ഒരുപോലെ സമ്മർദ്ദ നീക്കവുമായി രംഗത്തുണ്ടായിരുന്നതാണ്. കെ സുധാകരന്റെ സമ്മർദ്ദ നീക്കങ്ങൾ, അദ്ദേഹത്തിന്റെ നീക്കങ്ങളെല്ലാം തന്നെ ഏതാണ്ട് ഒരുവിധം പരസ്യമായിരുന്നുവെങ്കിൽ അതീവ രഹസ്യമായുള്ള നീക്കങ്ങളായിരുന്നു അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അദ്ദേഹം മറ്റ് സംഘടനകൾ അടക്കമുള്ളവരുമായി സമ്മർദ്ദം ചെലുത്താനുള്ള നടപടികൾ അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടായി. എന്നാൽ നിലവിലെ പശ്ചാത്തലത്തിൽ അടൂർ പ്രകാശിന് ഈ കാര്യത്തിൽ അതൃപ്തിയുണ്ട് എങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇളവ് കെ സുധാകരന്റെ കാര്യത്തിൽ മാത്രമാണ് പരിഗണനയിലുള്ളത്. അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പരസ്യമായ നിലപാട് ഇതുവരെ സുധാകരൻ വ്യക്തമാക്കിയതുപോലെ കടുത്ത നിലപാടിലേക്ക് പോകും എന്ന ഒരു തരത്തിലേക്കുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല. ഫേസ്ബുക്കിലൂടെ അദ്ദേഹം ചില പോസ്റ്റുകൾ, കഴിഞ്ഞ മണിക്കൂറുകളിൽ അദ്ദേഹം നടത്തിയ ചില പോസ്റ്റുകളിലെ ആശയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണെങ്കിലും അത് പരസ്യപ്പെടുത്താൻ ഇതുവരെ അദ്ദേഹം തയ്യാറായിട്ടില്ല. കെ സുധാകരൻ അങ്ങനെയല്ല പരസ്യപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ കേരളത്തിൽ ഉടനീളം അതിന്റെ അലയൊലികൾ ഉണ്ടാകും. 25ഓളം സീറ്റുകളിൽ ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുകയാണെങ്കിൽ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് അത് പാർട്ടിയെ തകർത്ത് കളയുന്ന ഒരു സാഹചര്യത്തിന് വഴിവെച്ചേക്കുമെന്നും നേതാക്കൾ കണക്കുകൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കെ സുധാകരന് മാത്രമായ ഒരു ഇളവ് എന്നുള്ളതാണ് പരിഗണനയിലുള്ളത്. അതിലും അന്തിമമായ ഒരു തീരുമാനം വരേണ്ടതുണ്ട്. അത് സ്ഥാനാർത്ഥി പട്ടിക, അന്തിമ പട്ടിക തയ്യാറാകുമ്പോൾ അത് പുറത്തു വരുമ്പോൾ മാത്രമായിരിക്കും വ്യക്തമാകുക. നേരത്തെ അറിയിച്ചിരുന്നത് 2ാം
ഘട്ട പട്ടിക 11 മണിയോടെയും ബാക്കിയുള്ള 5 സീറ്റുകളിൽ തീരുമാനം വൈകിട്ടോടെയും എത്തും എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ. ഇനി ഒറ്റ പട്ടികയായി ബാക്കിയുള്ള 40 പേരുകൾ അത് ഒന്നിച്ചാകാം വരിക എന്നാണ് നേതാക്കളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ആ ഒരു പട്ടികയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. ആ പട്ടികയിൽ സുധാകരന്റെ പേരുണ്ടെങ്കിൽ അത് സുധാകരന്റെ വലിയ വിജയമാണ്. ഹൈക്കമാൻഡിന്റെ ഈ നിബന്ധനകൾക്ക് മുന്നിൽ ഇനി സുധാകരന്റെ പേരില്ലാത്തതാണ് ആ പട്ടികയെങ്കിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ച പടനീക്കം അത് സുധാകരൻ പുനരാരംഭിക്കും. ഹാഷ്മി, ഓക്കെ, അവിടെ കെ സുധാകരൻ നൽകിയ ഇളവ് തനിക്ക് വേണമെന്ന് ആവശ്യപ്പെടാണ് ഇപ്പോൾ ഡോക്ടർ പ്രകാശ്. ഇപ്പോൾ കെ സുധാകരൻ അനുകൂലമായി കണ്ണൂരിൽ വലിയ വലിയ ആഹ്ലാദ പ്രകടനമൊക്കെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. കെ എസ് ബ്രിഗേഡ് കണ്ണൂരുണ്ട്, അതിപ്പോൾ ആരില്ലെന്ന് പറഞ്ഞാലും. അതേസമയം കണ്ണൂർ DCC ഓഫീസിലെ അവസ്ഥ അങ്ങനെയല്ല. യോഗത്തിൽ രൂക്ഷമായ തർക്കമാണ്. ടി ഒ മോഹനെ പിന്തുണയ്ക്കുന്നവരും എതിർപക്ഷവും തമ്മിലാണ് അവിടെ തർക്കം. അജീഷ് ജയകുമാർ ഉയർന്നു വച്ചിരുന്നു. അജീഷ്, ടി ഒ മോഹനൻ രാവിലെ ഈ പറയുന്ന ചുവരെടുത്ത് തുടങ്ങിയതാണ്. ടി ഒ മോഹനൻ ഗ്രൂപ്പ് യോഗമൊക്കെ വിളിച്ചതാണ്. പൊടുന്നനെ തീരുമാനം മാറുകയും കെ സുധാകരൻ തന്നെ മത്സരിക്കും എന്ന തീരുമാനം വരുന്നത് ഏത് രീതിയിലാണ് അവിടെ പിന്നെയും കാര്യങ്ങളെ വഷളാക്കുന്നത്? അജീഷ്, കണ്ണൂർ അവിടെ കെ സുധാകരൻ മത്സരിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. കെ സുധാകരൻ പിടിച്ചപിടിയിൽ നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് പണിയാവും എന്ന കൃത്യമായ സന്ദേശം തന്നെ കൊടുത്തു കെ സുധാകരൻ. പലയാവർത്തി പല ഘട്ടങ്ങളിൽ പല ലെയറിൽ ഈ പറഞ്ഞ അനുനയ നീക്കങ്ങൾ നടന്നു. അതിനൊന്നും വിട്ടുവീഴ്ച ചെയ്തില്ല കെ സുധാകരൻ. ശ്രീജിത്ത് കൂടി ചേരുന്നു. ശ്രീജിത്ത്, ഇവിടെ കെ സുധാകരൻ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി മോഹം, മന്ത്രി പദവി, അധികാരമോഹം എന്നൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ അധികാരമോഹം ഇല്ലാത്തവരോ പാർലമെന്ററി വ്യാമോഹം ഇല്ലാത്തവരോ ആരുമില്ല. എല്ലാവരും നിഷ്കാമ കർമ്മയോഗികളാണ് ചുമ്മാ പറയുന്ന ശ്രീജിത്ത്. ഇവിടെ കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിയുമ്പോഴേക്കും രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരമുണ്ടാകും, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് പറഞ്ഞു എന്നുള്ളതാണ് കെ സുധാകരൻ പറയുന്നത്. ആ വാക്കിൽ ഇപ്പോൾ ഈ അദ്ദേഹം മത്സരിക്കണമെന്ന ആഗ്രഹത്തിലുപരി ഒരു വാക്ക് ഞങ്ങൾക്ക് കിട്ടി, ആ ഒരു വാക്ക് എനിക്ക് കിട്ടി, ആ വാക്ക് പാലിക്കണം എന്നതുകൂടിയാണ് ഈ പറഞ്ഞ കെ സുധാകരൻ കാണിച്ച പിടിവാശയ്ക്ക് അർത്ഥം. ആ വാക്ക് പാലിക്കാൻ നേതൃത്വം ബാധ്യസ്ഥമാണെന്ന് അതിന് കാരണം കെ സുധാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. അവിടെ AK ആന്റണി പറയുന്നത് പോലെ കണ്ണൂരിൽ CPM-നോട് നേർക്കുനേർ അടിച്ചു നിന്ന് അവിടെ ബാക്കി റെസ്റ്റ് ഓഫ് ദ കേരള പോലെയല്ല കണ്ണൂർ, അവിടെ അടിച്ചു നിന്ന് വിജയിച്ച നേതാവാണ്. അപ്പോൾ ആ നേതാവിനോട് വാക്ക് പാലിക്കണം എന്ന കാര്യമാണ് സുധാകരൻ അനുകൂലികൾ പറയുന്നത്. ശ്രീത്ത്, അത്തരത്തിൽ വാക്ക് കൊടുത്തെങ്കിൽ വാക്ക് പാലിക്കാൻ നേതൃത്വം ബാധ്യസ്ഥമാണ്. അത് ഏത് പാർട്ടിയിലും, പ്രത്യേകിച്ച് സുധാകരൻ ഒരു ഉന്നത നേതാവാണ്. ഇവിടെ വേണമെങ്കിൽ സുധാകരന് സീറ്റ് കൊടുത്ത് കൺഫ്യൂഷൻ നേരത്തെ ഒഴിവാക്കാമായിരുന്നു. അതിലേക്ക് എത്താതെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് 4ാം നാളും പട്ടിക പോലും പ്രഖ്യാപിക്കാൻ കഴിയാത്ത കൺഫ്യൂഷനിലേക്ക് കൊണ്ടുവന്നതിൽ കണ്ണൂരിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കണ്ണൂർ DCC ഓഫീസിലാണ് ടി ഒ മോഹനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നതും തമ്മിൽ അവിടെ കെ സുധാകര അനുകൂലികൾ പ്രതികൂലികൾ, അല്ലെന്നുണ്ടെങ്കിൽ ടി ഒ മോഹനൻ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ തമ്മിലുള്ള വലിയ വാക്കുതർക്കം അല്പസം മുമ്പുണ്ടായി. പക്ഷേ ഇപ്പോൾ എല്ലാം കോംപ്രമൈസ് ആയി തോന്നുന്നു. മാധ്യമങ്ങൾ വന്നപ്പോഴേക്കും അവർ പറയുന്നത് തീരുമാനം എന്തായാലും, കോൺഗ്രസിന്റെ തീരുമാനം എന്തായാലും പാർട്ടി പ്രവർത്തകർ അംഗീകരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ടി ഒ മോഹൻ രാവിലെ അവിടെ കണ്ണൂർ മേയറായിരുന്നു നേരത്തെ. ടി ഒ മോഹൻ അവിടെ ഇറങ്ങി ചുവരെഴുത്ത് അടക്കം നടത്തിയിരുന്നു. പക്ഷേ ടി ഒ മോഹൻ എന്ന പേര് അവിടെ എഴുതിയിരുന്നില്ല. കൈപ്പത്തി ചിഹ്നം വരച്ചു തുടങ്ങിയപ്പോൾ തന്നെ, കൈപ്പത്തി ചിഹ്നം ഏതാണ്ട് വരച്ച് പൂർത്തിയായ സമയത്ത് തന്നെയാണ് കെ സുധാകരനെ നമ്മുടെ ചിഹ്നം കൈപ്പത്തി എന്ന് ഉയർത്തി കാണിക്കുന്നുണ്ട് DCC ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകൻ. അപ്പോഴാണ് കെ സുധാകരൻ്റെ കാര്യത്തിൽ പിന്നെയും അടപടലം തീരുമാനം മാറിയത്. കെ സുധാകരൻ മത്സരിക്കില്ല എന്ന് ഉറപ്പിച്ച് ഇന്നലെ രാത്രി പ്രതിഷേധിച്ചുറങ്ങാൻ കിടന്നവർ രാവിലെ എഴുന്നേറ്റപ്പോഴേക്ക് പിന്നെയും കാര്യങ്ങൾ മാറിമറിഞ്ഞു. കെ സുധാകരൻ മത്സരിക്കും എന്ന അവസ്ഥയിലേക്ക് എത്തി. കെ സുധാകരൻ മത്സരിക്കുമെന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് പിന്നെയും കാര്യങ്ങൾ മാറുമെന്ന് അറിയില്ല. കാര്യം പാർട്ടി കോൺഗ്രസ് ആണ്. ഏത് സമയം എന്തും സംഭവിക്കാൻ കഴിയുന്ന ഒരു സന്നിഗ്ധ സാഹചര്യം എന്തായാലും ഡൽഹിയിലുണ്ട്. അവിടെ അജീഷ് ജയകുമാർ തുടരുന്നു. അജീഷ്, എന്താണ് അവിടെ പ്രശ്നം? അവിടെ തർക്കം പരിഹരിക്കപ്പെട്ടോ? കെ സുധാകരൻ വന്നാൽ ഇരുകയും നീട്ടി സ്വീകരിക്കും എന്ന് പറയുന്നുണ്ടോ അവിടുത്തെ പ്രവർത്തകർ? അതോ ടി ഒ മോഹനൻ അനുകൂലികൾക്ക് കുറച്ച് ബലം കൂടുതലുണ്ടോ? ഹാഷ്മി, ഇപ്പോൾ നിർണായകമായിട്ടുള്ള യോഗമായിരുന്നു DCC ഓഫീസിൽ ചേർന്നിരുന്നത്. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ബ്ലോക്ക് കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുടെ യോഗമായിരുന്നു കണ്ണൂർ DC ഓഫീസിൽ ചേർന്നത്. ഇതിൽ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും വാഗ്വാദങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ടി ഒ മോഹനെ ചിലർ അനുകൂലിച്ചു, കൂടുതൽ പേരും കെ സുധാകരനെ പിന്തുണച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. 2 ബ്ലോക്ക് പ്രസിഡന്റുമാർ ടി ഒ മോഹനെ അനുകൂലിച്ച് രംഗത്തെത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ പേരും DCC ഭാരവാഹികളടക്കം കൂടുതൽ പേരും കെ സുധാകരൻ സ്ഥാനാർത്ഥിയായി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അദ്ദേഹം
DCC അധ്യക്ഷനൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തും സംഭവിക്കുന്ന സാഹചര്യം കണ്ണൂരിലുണ്ട്. കണ്ണൂര് സാധാരണ എന്ന് പറഞ്ഞാൽ ബാക്കി ജില്ലകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി പൊളിറ്റിക്കലി സെൻസിറ്റീവായ, കുറച്ചുകൂടി വൈകാരികമായി, അത് പാർട്ടി ഭേദമന്യേ കുറച്ചുകൂടി വൈകാരികമായി ആളുകളുടെ ഉള്ളിലെ നിഷ്കളങ്കത കൊണ്ടാണ് കേട്ടോ, കുറ്റമായിട്ട് പറയുന്നതല്ല, കുറച്ചുകൂടി വൈകാരികമായി പ്രതികരിക്കുന്ന നല്ല മനുഷ്യന്മാരുള്ള നാടാണ് കണ്ണൂർ. അപ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഡിപ്ലോമസിയിൽ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്ത് കാണിക്കാതിരിക്കുക എന്ന പരിപാടി അവിടെ ഇല്ല. ഉള്ളിൽ എന്താണോ അത് പുറത്ത് കാണിക്കുക. രോഷമാണെങ്കിൽ രോഷം, സ്നേഹമാണെങ്കിൽ സ്നേഹം. അപ്പോൾ അവിടെ DCC ഓഫീസ്, DCC അധ്യക്ഷൻ അങ്ങോട്ടേക്ക് എത്തിയിരിക്കും. DCC അധ്യക്ഷൻ എന്തായാലും കുറച്ച് ഡിപ്ലോമസി ഉണ്ട്, ഈ പറയുന്ന പോലെയല്ല. അപ്പോൾ എന്തായാലും DCC അധ്യക്ഷൻ അവിടെ ഒന്ന് കാര്യങ്ങൾ രമ്യമായി പരിഹരിച്ച് മാധ്യമപ്രവർത്തകരുടെ DCC ഓഫീസിൽ പുറത്തേക്ക് ഇറങ്ങി നിൽക്കൂ എന്നവർ പറയുകയാണ്. അല്പസം മുമ്പാണ് അവിടെ തർക്കമുണ്ടായത്. TO മോഹനെ അനുകൂലിക്കുന്നവരും അല്ലാത്തവരും തമ്മിലാണ് തർക്കമുണ്ടായത്. അവിടെ ഉറപ്പായും കെ സുധാകരൻ അനുകൂലിക്കുന്നവർ തന്നെയാണ് കൂടുതൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കെ സുധാകരൻ പാൻ കേരള നേതാവാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് പറയുന്ന ഒരുപിടി രാഷ്ട്രീയ നിരീക്ഷകരും കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. പക്ഷേ കണ്ണൂരിൽ കെ സുധാകരന് ആഴത്തിൽ വേരോട്ടമുണ്ട്. പി ജയരാജന്റെ ഫാൻസ് എന്ന് പറയുന്നത് പോലെ കെ സുധാകരൻ ബ്രിഗേഡ് അവിടെയുണ്ട്. കേസിന് മാത്രമായി ഒരു ഫാൻ ബേസ്, ഒരു ആരാധക വൃന്ദം ഉറപ്പായും അവിടെയുണ്ട്. കെ സുധാകരന് വേണ്ടി ഏതളവിൽ പോയി പോരാടാൻ തയ്യാറുള്ള മനുഷ്യന്മാർ അവിടെയുണ്ട്. അത് ഓരോരോ നേതാക്കൾക്കും ഇപ്പോൾ പി ജയരാജനെ ഒതുക്കുന്നതിൽ പി ജയരാജൻ അനുകൂലികളുടെ PJ ആർമി എന്നൊക്കെ പറഞ്ഞിറങ്ങുന്നത് പോലെ അത് ഓരോ നേതാക്കൾക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമാണ്. കാര്യം അത് അത്രത്തോളം പ്രവർത്തകർക്കിടയിൽ അവർ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഒരു നേതാവിന് ഒരു ഫാൻ ബേസ് ഉണ്ടാകുന്നത്. അത് രാഷ്ട്രീയമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലിക്കുന്നതാണോ അല്ലയോ എന്ന് അടുത്ത ചോദ്യം. കെ സുധാകരൻ അത്തരത്തിൽ ഫാൻ ബേസ് ഉള്ള ആളാണ്. അജീഷ് കുമാർ തുടരുന്നു. അജീഷ്, അവിടുത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ? തർക്കം എത്രത്തോളം രൂക്ഷമായിരുന്നു? കാശ്മീർ എന്തായാലും ഇന്ന് രാവിലത്തെ അവസ്ഥയല്ല. ഇന്ന് ഉച്ച കഴിയുമ്പോൾ കണ്ണൂർ DCCയിൽ നമ്മൾ കാണുന്നത് രാവിലെ TO മോഹനന്റെ പേര് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആ കടുത്ത അതൃപ്തി പല നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും ഉണ്ടായിരുന്നു, കെ സുധാകരനെ പിന്തുണയ്ക്കുന്നവർക്കിടയിൽ. പിന്നീട് കാര്യങ്ങൾ നാടകീയമായി മാറി മറിഞ്ഞതോടെയാണ് DCC ഓഫീസിൽ നിർണായകമായിട്ടുള്ള ഒരു നേതൃയോഗം ചേർന്നത്. ഈ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റി യോഗമായിരുന്നു ചേർന്നിരുന്നത്. ബ്ലോക്ക് പ്രസിഡന്റുമാരും മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് യോഗത്തിനകത്ത് രൂക്ഷമായ വാഗ്വാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നത്. അത് TO മോഹനെ പിന്തുണയ്ക്കുന്നവരും കെ സുധാകരനെ പിന്തുണയ്ക്കുന്നവരും തമ്മിലുള്ള ഒരു തർക്കമായിരുന്നു ഉണ്ടായിരുന്നത്. കെ സുധാകരന്റെ നിലപാട് കാരണം കണ്ണൂരിലെ വിജയ സാധ്യതയെ പോലും ബാധിച്ചുവെന്ന് TO മോഹനെ അനുകൂലിക്കുന്ന ചില ബ്ലോക്ക് പ്രസിഡന്റുമാർ വാദിക്കുകയും ചെയ്തു. മറിച്ച് കെ സുധാകരൻ തന്നെ എത്തണമെന്നുള്ളൊരു ആവശ്യത്തിലായിരുന്നു അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന DCC ഭാരവാഹികളടക്കം ഈ യോഗത്തിൽ ഉന്നയിച്ചത്. അങ്ങനെയാണ് പരസ്പരം വലിയ വാഗ്വാദങ്ങളും വാക്കുതർക്കങ്ങളും ഒക്കെ ആയത്. അതിനുശേഷം നമ്മൾ പ്രതികരണമെടുക്കാൻ അകത്തേക്ക് ചെന്നപ്പോഴാണ് DC പ്രസിഡന്റ് തന്നെ പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളോട് പുറത്ത് നിൽക്കണം, അകത്ത് യോഗം ചേരണം തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നമ്മൾ പുറത്തേക്ക് മാറി നിൽക്കുകയാണ്. എന്തായാലും ആ യോഗത്തിൽ കടുത്ത വിമർശനങ്ങളും വാഗ്വാദങ്ങളും ഉണ്ടായി എന്ന കാര്യത്തിൽ തർക്കമില്ലാതെ TO മോഹനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലുള്ള വാക്കുതർക്കമാണ് അകത്ത് ഉണ്ടായത്. കൂടുതൽ പേരും KSനെ അനുകൂലിക്കുന്നവരാണ്. KS തന്നെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി വരണം എന്നാഗ്രഹിക്കുന്നവരാണ് കൂടുതലും ഈ യോഗത്തിൽ ഉണ്ടായിരുന്നത്, DC ഭാരവാഹികളടക്കം. എന്തായാലും നമ്മൾ പുറത്ത് KSനെ അനുകൂലിക്കുന്ന നിരവധി പേർ ഇപ്പോഴും തടിച്ചു കൂടിയിട്ടുണ്ട്. അവർ KS സ്ഥാനാർത്ഥിയാകുമെന്നുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന രണ്ടാമത് വീണ്ടും വന്നപ്പോൾ മുതൽ KSനെ അനുകൂലിക്കുന്നവർ വലിയ ആഹ്ലാദ പ്രകടനമായിരുന്നു. അവർ കയ്യിലെ പോക്കറ്റിലെ പൈസ എടുത്തായിരുന്നു ഇവിടെ പടക്കം പൊട്ടിച്ചും ഒക്കെ ആഘോഷം നടത്തിയത്, ആഹ്ലാദ പ്രകടനം നടത്തിയത്. എന്തായാലും ഇപ്പോഴും അവർ ഇവിടെ തടിച്ചു കൂടി നിൽക്കുകയാണ്. അതിൽ നാടകീയമായ നിമിഷങ്ങളിലൂടെയാണ് കണ്ണൂർ DC ഓഫീസിന് എന്തായാലും TO മോഹൻ ഇപ്പോൾ ഇടഞ്ഞിരിക്കുകയാണ്. TO മോഹൻ അത്രത്തോളം അനുകൂലികളുണ്ടോ എന്ന കാര്യം അറിയില്ല. അദ്ദേഹം രാവിലെ ചുവരെഴുത്ത് നിർത്തിവെച്ചതാണ് കെ സുധാകരന് വേണ്ടി. അപ്പോൾ ആ പ്രതിഷേധം സ്വാഭാവികമാണ്. അപ്പോൾ ഏതളവിലാണ് പൊട്ടിത്തെറിയോടെ പോകാൻ നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ്. ശ്രീത്ത് കുറിച്ചിരുന്നു. ശ്രീത്ത്, VSഉം KSഉം തമ്മിൽ താരതമ്യമില്ല, ആ സാഹചര്യങ്ങൾ തമ്മിലും താരതമ്യമില്ല. പക്ഷേ എടുത്തൊരു തീരുമാനം ജനകീയ പ്രതിഷേധത്തിന് മുന്നിൽ, പാർട്ടി പ്രവർത്തന പ്രതിഷേധത്തിന് മുന്നിൽ തിരുത്തിയ ചരിത്രം CPMനുണ്ട്. അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ വേണ്ടാൻ തീരുമാനിച്ച് സ്ഥാനാർത്ഥി വരുന്നതിൽ അങ്ങനെ മാരകമായ പുതുമ ആലോചിക്കേണ്ട ഒരു കൗതുകം ഉണ്ടാവേണ്ട കാര്യമൊന്നും ഉണ്ടോ എന്നറിയില്ല ശ്രീത്ത്. പക്ഷേ ഇവിടെ തീരുമാനം സുധാകരനെ മത്സരിപ്പിക്കാനാണെങ്കിൽ കോൺഗ്രസിൽ ആരും ചോദിക്കില്ല. അവരുടെ മുതിർന്ന നേതാവാണ്, അവർ കണ്ണൂരിൽ മത്സരിക്കുന്നു, വിന്നബിലിറ്റി പ്രധാന ഘടകമാണ്. മാത്രമല്ല KPC അധ്യക്ഷൻ സ്ഥാനം ഒഴിയുമ്പോൾ കൊടുത്ത ഉറപ്പാണെന്ന് പറഞ്ഞ് മത്സരിക്കാമായിരുന്നു. പക്ഷേ ഇത് ഇത്രത്തോളം വലിച്ചു നീട്ടി ആൾക്കാർക്കിടയിൽ, പ്രവർത്തകർക്കിടയിൽ അവമതിപ്പുണ്ടാക്കി. ഇത് അൺഡിവൈഡ് ഹൗസാണ് UDF. ഞങ്ങൾ UDF എന്ന് പ്രതിപക്ഷ നേതാവ് ഊറ്റം കൊള്ളുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നതിനെ പോലും പരിഹാസമാക്കുന്ന രീതിയിൽ ഇത്രത്തോളം കുളമാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നത് മാത്രമേ ചോദ്യമുള്ളൂ. അതിലവിടെ സംഭവിച്ചത് എന്താണ് യഥാർത്ഥത്തിൽ ശ്രീജിത്ത്?
ഹാഷ്മി, വി എസ് അച്യുതാനന്ദനും കെ സുധാകരനും തമ്മിൽ സാമ്യമില്ലെങ്കിലും കെ സുധാകരന് സീറ്റ് വാങ്ങിക്കൊടുക്കാനായി ഇപ്പോൾ നടന്ന പ്രതിഷേധങ്ങൾക്ക് 2006 വി എസിന് സീറ്റ് നേടിക്കൊടുക്കാൻ നടന്ന പ്രതിഷേധങ്ങളുമായി താരതമ്യമുണ്ട്, സാമ്യമുണ്ട്. അന്ന് തെരുവിലെ പ്രതിഷേധങ്ങളാണ് CPIMന്റെ ഇളകാത്ത തീരുമാനങ്ങളെ തിരുത്തിയത്. സമാനമായ രീതിയിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തെയും കെ സുധാകരൻ്റെ അണികൾ, ആരാധകർ പ്രകടനങ്ങളായും പ്രതിഷേധങ്ങളായും പുറത്തിറങ്ങിക്കൊണ്ട് തിരുത്തുന്നത്. അതുകൊണ്ട് രണ്ടും തമ്മിലുള്ളൊരു വ്യക്തികൾ തമ്മിൽ സാമ്യമില്ലെങ്കിലും അത് രണ്ടുപേർക്ക് സീറ്റ് നേടിക്കൊടുക്കാൻ നടത്തിയ ഇടപെടലുകൾക്ക് സാമ്യമുണ്ട് എന്ന് പറയുന്നതായിരിക്കും ശരി. ഇത്തരം പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകണമായിരുന്നോ? നേരത്തെ കെ സുധാകരന് സീറ്റ് നൽകുന്നതായിരുന്നില്ലേ ഉചിതം എന്ന ചോദ്യവും കോൺഗ്രസിനകത്ത് ഉയരുന്നുണ്ട്. എന്നാൽ കോൺഗ്രസിലെ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ഈ കെ സുധാകരന് സീറ്റ് നൽകുന്നതിനോട് എതിർപ്പുണ്ടായിരുന്നു എന്നതാണ് വസ്തുത. അതായത് ഇന്നലെ കെ സുധാകരന് സീറ്റ് നൽകുന്ന കാര്യത്തിൽ അനുകൂലമായൊരു സമീപനത്തിലേക്ക് വന്നപ്പോൾ അത് അറിയിക്കാനായി KC വേണുഗോപാലിൻ്റെ ദൂതനായി AP അനിൽകുമാർ കെ സുധാകരനെ കണ്ടിരുന്നു. സീറ്റ് നൽകുന്ന കാര്യം വൈകുന്നേരം ചേരുന്ന കോർ കമ്മിറ്റിയും കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിയും പരിഗണിക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ആ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ മറിച്ചൊരു സമീപനം എടുത്തു. അതായത് അങ്ങനെ ആർക്കെങ്കിലും ഇളവ് നൽകുന്നത് ശരിയല്ല, അത്തരമൊരു തീരുമാനം ശരിയല്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ കടുത്ത നിലപാടിലേക്ക് പോയാണ് സുധാകരന് സീറ്റ് നൽകുന്ന കാര്യത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ മറ്റൊരു സമീപനത്തിലേക്ക് വന്നത്. അതായത് MP-മാർക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്ന പൊതു തീരുമാനം എല്ലാവർക്കും ബാധകമാക്കണമെന്ന അഭിപ്രായമായിരുന്നു AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്കുള്ളത്. അങ്ങനെയാണ് തീരുമാനം മാറ്റുന്ന സ്ഥിതിയിലേക്ക് വന്നത്. അതോടുകൂടിയാണ് സുധാകരൻ വീണ്ടും ഇടയുന്നത്. എന്നാൽ ഇത്തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാതെ UDFന്റെ പൊതു താല്പര്യം മുൻനിർത്തി ചില വിട്ടുവീഴ്ചകളോ അല്ലെങ്കിൽ അനുനയമോ നടത്തേണ്ടിയിരുന്നു എന്ന അഭിപ്രായം കോൺഗ്രസിനകത്തുണ്ട്. ആ അനുനയത്തിന് ആര് മുൻകൈ എടുക്കും എന്ന കാര്യത്തിലും ചില ഭിന്നതകളുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ എങ്ങനെയെങ്കിലും കെ സുധാകരനെ അനുനയിപ്പിച്ച് ഇനി തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കേവലം 3 പ്രവൃത്തി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്തൊരു തീരുമാനമെടുത്ത് ബാക്കി എല്ലാ സ്ഥാനാർത്ഥികൾക്കും രംഗത്ത് വരേണ്ടതുണ്ട്. ഇതുവരെ ഈ തമ്മിലടി കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കേണ്ട രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ഉന്നയിക്കാൻ കോൺഗ്രസിനോ UDFനോ കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ്. ഓക്കെ, ആർഷിത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ നേരത്തെയും ഒരു നിലപാട് സ്വീകരിച്ച് അതിന് പിന്നോട്ട് പോകാത്തൊരു നേതാവ് എന്നൊരു പ്രതിച്ഛായ പ്രതിപക്ഷ VD സതീശനുണ്ട്. നമ്മൾ PV അൻവർ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്, പല വിഷയങ്ങളും നമ്മൾ കണ്ടതാണ്. പക്ഷേ എപ്പോഴും സാഹചര്യം ഒരുപോലെ ആവില്ല. ഇവിടെയും ഐഡിയലി MP-മാർ മത്സരിക്കേണ്ടതില്ല, ഒരാൾക്ക് വളവ് നൽകേണ്ടതില്ലെന്ന് ഐഡിയലി ഒരു രാഷ്ട്രീയ നേതാവ് നിലപാട് സ്വീകരിക്കാം. പക്ഷേ ഗ്രൗണ്ടിൽ അത് ഏത് രീതിയിൽ വർക്കൗട്ടാകും, അത് ഗുണത്തിന് പകരം ദോഷമാകുമോ, ആ അടിയുറച്ച നിലപാട് എപ്പോഴും സ്വീകരിക്കുക എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ മെയ്വഴക്കം എന്ന സംഗതി കൂടിയുണ്ട്. അഭിപ്രായം ഇരുമൂലൊക്കെ അല്ല എന്ന് പറയുന്നത് പോലെ മെയ്വഴക്കം എന്നൊരു സംഗതി കൂടിയുണ്ട്. അതിനിടയിൽ ഒരു പ്രേക്ഷകൻ രവീന്ദ്രൻ പറയുന്നുണ്ട്, പക്ഷേ VS BJP-യിലേക്ക് പോകാൻ ഒന്നും തീരുമാനിച്ചില്ലായിരുന്നു ഹാഷ്മി. KS-ഉം BJP-യിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഐ വിൽ ഗോ വിത്ത് BJP എന്നൊക്കെ അദ്ദേഹം പറയാനെങ്കിലും തുനിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ VS-ഉം KS-ഉം തമ്മിൽ താരതമ്യം ഇല്ല എന്ന് ശ്രീജിത്തിനോട് എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് മാത്രം കെ സുധാകരൻ ഉയർത്തിയ കലാപത്തെ മറികടക്കാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പ്രതിരോധമാണ് ഒടുവിൽ തകർന്നത്. മത്സരിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതും ഡൽഹിയിലും കണ്ണൂരിലുമായി നടത്തിയ നാടകീയ നീക്കങ്ങളും കോൺഗ്രസ് രാഷ്ട്രീയത്തെ കലുഷിതമാക്കി. സ്വതന്ത്രനായി മത്സരിക്കുമെന്ന ഘട്ടം ഏതാണ്ട് ഉറപ്പായപ്പോഴാണ് ഹൈക്കമാൻഡ് നിലപാട് തിരുത്തിയത്. MP-മാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നിലപാടിനൊപ്പമായിരുന്നു AICC നേതൃത്വം. 5-ലേറെ MP-മാർ മത്സരിക്കാനുള്ള ആഗ്രഹത്തിലായിരുന്നെങ്കിലും പരസ്യമായി പ്രഖ്യാപിച്ചത് കെ സുധാകരൻ. 110% ഉണ്ട്. ഉറപ്പ്. കണ്ണൂരിൽ കെ സുധാകരൻ ഉണ്ടാവും. മത്സരിക്കും. തൊട്ടടുത്ത ദിവസം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി കെ സുധാകരൻ ഡൽഹിയിൽ. മത്സരിക്കണമെന്ന കെ സുധാകരന്റെ ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് നേതൃത്വം. കണ്ണൂരിലേക്ക് മടങ്ങിയ കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ ചർച്ചയായി. കണ്ണൂർ ഹൃദയരക്തമെന്ന് സുധാകരൻ. സുധാകരൻ വഴങ്ങില്ലെന്ന് കണ്ട നേതൃത്വം വീണ്ടും ഡൽഹിക്ക് വിളിപ്പിച്ചു. അങ്ങനെ ചൊവ്വാഴ്ച വീണ്ടും ഡൽഹിയിൽ. MP-മാർക്കുള്ള വസതിയായ ഗോദാവരിയിലെ 301 നമ്പർ ഫ്ളാറ്റിൽ നിർണായക തീരുമാനങ്ങൾക്ക് സുധാകരൻ തയ്യാറെടുത്തു. നേതാക്കളെ കാണാൻ കെ സുധാകരൻ പുറത്തിറങ്ങിയില്ല. രമേശ് ചെന്നിത്തലയും MK രാഘവനും സുധാകരനെ കാണാൻ ഫ്ളാറ്റിലേക്ക്. സുധാകരൻ ഒരു സീനിയർ നേതാവാണ് നമ്മുടെ പാർട്ടിയുടേത്. അദ്ദേഹത്തോട് സംസാരിക്കുന്നത് എന്താ വലിയ അത്ഭുതം എന്താണ്? ഞങ്ങളൊക്കെ സംസാരിക്കും അദ്ദേഹത്തോട്. ഞാൻ നിരന്തരമായിട്ട് എപ്പോഴും സംസാരിക്കുന്ന വ്യക്തിയാണ്. ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായി നടന്ന ചർച്ചകളിലും നേതൃത്വം നിലപാട് മാറ്റിയില്ല. ഒരു പ്രശ്നവുമില്ലെന്ന് ചർച്ച കഴിഞ്ഞെത്തിയ നേതാക്കൾ. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവല്ല, എൻ്റെ കൂടി നേതാവാണ്. ഞാൻ അദ്ദേഹമായിട്ട് നിരന്തരമായി സമ്പർക്കത്തിലുണ്ട്. അദ്ദേഹമായിട്ട് സംസാരിക്കാറുണ്ട്, എപ്പോഴും സംസാരിക്കാറുണ്ട്. അതൊരു വാർത്തയാണ്. എന്നാൽ കെ സുധാകരൻ കടുത്ത തീരുമാനത്തിലേക്ക് കടന്നു. തനിക്ക് തന്റെ വഴിയെന്ന് KC വേണുഗോപാലിനെ നിലപാടറിയിച്ച് പാർട്ടിയോട് ഗുഡ് ബൈ പറയുമെന്ന് സൂചന നൽകി. കോൺഗ്രസ് നേതൃത്വം അമ്പരന്നു. കണ്ണൂരിൽ സുധാകരൻ അനുകൂലികൾ ഇളകി. ധീരതയോടെ നയിച്ചോളൂ
പിന്നാലെയാണ് മുതിർന്ന നേതാവ് AK ആന്റണിയുടെ നിർണായക ഇടപെടൽ. അതോടെ കോൺഗ്രസിലെ സുധാകര കലഹത്തിന് ഏതാണ്ട് പരിസമാപ്തി. ഇലക്ഷൻ ഡെസ്ക് 24. അതിനിടയ്ക്ക് ഒരു പെരുന്നാൾ അവധി നാളെ, അത് കഴിഞ്ഞ് ഞായറാഴ്ച ഒരു അവധി ദിനം. ഇനിയും ആകെ 3 ദിവസം മാത്രമാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ബാക്കിയുള്ളത്. അതിനിടയിലാണ് ഈ പറഞ്ഞ കൺഫ്യൂഷനൊക്കെ ഇപ്പോഴും തുടരുന്നതും സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായി വരാത്തതും. ഇപ്പോഴും ഇപ്പോൾ നേരത്തെ 2 മണിക്കൂർ സ്ഥാനാർത്ഥി പട്ടിക വരും കോൺഗ്രസ് എന്ന് കേട്ടിരുന്നു, പക്ഷേ അത് പിന്നെ വൈകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇനി എപ്പോഴാണ് ഇതെല്ലാം വന്ന് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ഫീൽഡിലോട്ട് ഇറങ്ങി പുതിയ സ്ഥാനാർത്ഥികളൊക്കെ ആണെങ്കിൽ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തി ആകെ 21 ദിവസം കൊണ്ട് എങ്ങനെയാണ് സാധിക്കുക എന്നുള്ള കാര്യം അത് അവരുടെ തലവേദന, നമ്മുടെ പ്രശ്നമല്ല. എന്തായാലും ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി നടന്ന മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തു വരും. 40 മണ്ഡലങ്ങൾ കൂടിയാണ് ഇനി സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിക്കാനുള്ളത്. 5 തർക്ക മണ്ഡലങ്ങളിൽ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ട് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഡൽഹിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് മടങ്ങി. വിനിത വിജി വിവരങ്ങളുമായി ചേരുന്നു. വിനിത, ഇനിയിപ്പോൾ അടുത്ത ഘട്ടം, 3ാം ഘട്ടം, 4ാം ഘട്ടം എന്ന് പറയാൻ സമയമില്ലല്ലോ. ഈ നാമനിർദ്ദേശ പത്രിക നേരത്തെ പറഞ്ഞാൽ ആകെ 3 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ കെ സുധാകരൻ്റെ ആ കൺഫ്യൂഷനിൽ തീരുമാനമായെങ്കിൽ ബാക്കി എല്ലാവരുടെയും കണ്ണൂരും എല്ലാം ഉൾപ്പെടുത്തിയുള്ള പട്ടികയല്ലേ വരാൻ പോകുന്നത്? അതെപ്പോൾ പ്രതീക്ഷിക്കണം വിനിത? ഹാഷ്മി, കണ്ണൂരടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു പട്ടിക തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് അല്പസമയത്തിനകം പട്ടിക ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇനി അധികം വൈകാനുള്ളൊരു സമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പം തന്നെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഇന്നലെ മാരത്തോൺ ചർച്ചകൾ തന്നെയാണ് ഡൽഹിയിൽ നടന്നിട്ടുണ്ടായിരുന്നതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഒരു അസ്വാഭാവികത എന്ന് പറയുന്നത് 2 തവണ ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുകയും അതിന് പിന്നാലെ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വീട്ടിൽ വീണ്ടും നേതാക്കൾ യോഗം ചേരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഒരു 5 മണ്ഡലങ്ങൾ സംബന്ധിച്ച ചില തർക്കങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു. ആ മണ്ഡലങ്ങൾ അവസാനം തെരഞ്ഞെടുപ്പ് സമിതിക്ക് വിട്ടു നൽകുകയും അക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് സമിതി തന്നെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തട്ടെ എന്നുള്ളതായിരുന്നു നേതാക്കൾ എടുത്തിരുന്ന തീരുമാനം. അങ്ങനെയാണ് ആ യോഗം ഒരല്പം നീണ്ടുപോകാനടക്കം ഇടയായതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ സുധാകരന്റെ അടക്കം വിഷയങ്ങൾ ആ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുമ്പോൾ ചില സാധ്യതകളുള്ളത് അരുവിക്കര VS ശിവകുമാർ തന്നെ ഏറെക്കുറെ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളൊക്കെ തന്നെ ഇന്ന് ആ പ്രഖ്യാപനത്തിൽ ഉണ്ടായേക്കും. അതിൽ ഇടുക്കി, ഒപ്പം ഏറ്റുമാനൂർ, കൊച്ചി ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങളിലാണ് ചില തർക്കങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. അതായത് കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് ഉറപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഷിയാസിനൊപ്പം തന്നെ ദീപ്തി മേരി വർഗീസിന്റെ പേരും ആ മണ്ഡലത്തിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചില മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ പാനലായിട്ടാണ് സ്ഥാനാർത്ഥികളുടെ പേരുകൾ നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ അന്തിമ തീരുമാനം നേതൃത്വം എടുക്കട്ടെ എന്നുള്ളത് തന്നെയായിരുന്നു തീരുമാനിച്ചിരുന്നത്. അങ്ങനെയുള്ള ചില തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ അത് അവസാന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഏറെക്കുറെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ പട്ടിക അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹാഷ്മി, ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പേരുകൾ തീരുമാനം വരുന്നുണ്ട്. തവനൂരിൽ VS ജോയി അടക്കം നേരത്തെ തിരുവമ്പാടി സീറ്റ് ഏറ്റെടുത്ത് അത് VS ജോയി കൊടുക്കുക എന്ന പ്ലാനൊക്കെ ഉണ്ട്, പക്ഷേ അത് നടന്നില്ല. എന്തായാലും തവനൂരിൽ VS ജോയി, നെയ്യാറ്റിൻകരയിൽ N ശക്തൻ, അങ്ങനെ ബാക്കി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ട് പുറത്തേക്ക് വരുന്നു. നേമത്ത് KS ശബരിനാഥനാണ്. നേമത്ത് ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല, പക്ഷേ ശബരിനാഥൻ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചുകൂടി കാര്യങ്ങൾ സങ്കീർണമാക്കാൻ പോകുന്നു. നിയമം അതിശക്തമായ നമ്മുടെ കേരളത്തിൽ വമ്പൻ എൽ ക്ലാസിക് പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം നിയമമാണ്. വർക്കലയിലൊക്കെ വലിയ സ്വാധീനമുള്ള വർക്കല കഹാർ മത്സരിക്കാൻ പോകുന്നുണ്ട്. കോന്നിയിൽ സതീഷ് കൊച്ചുപറമ്പിലാണ്. അടൂർ പ്രകാശ് അവിടെ കോന്നി കാര്യത്തിൽ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് ഇപ്പോഴും സുധാകരന് സീറ്റ് കൊടുക്കുകയാണെങ്കിൽ എനിക്കും വേണം എന്ന നിലപാടിലേക്ക് അടൂർ പ്രകാശ് എത്തുന്നു എന്നറിയാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ അത് പട്ടിക പിന്നെയും വൈകിക്കുമോ, ഇനി എത്രത്തോളം വൈകാനുള്ള സമയമുണ്ട് എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡും ഇവിടുത്തെ നേതാക്കളൊക്കെ ആലോചിക്കട്ടെ. പട്ടികയിൽ പേരില്ലെങ്കിൽ പെരുമ്പാവൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പള്ളി. സീറ്റ് നിഷേധിക്കുന്നത് നീതികേടെന്ന് ഡൽഹിയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം എൽദോസ് കുന്നപ്പള്ളി പ്രതികരിച്ചു. പാർട്ടി എന്നെ പരിഗണിക്കും. കഴിഞ്ഞ 10 വർഷം കൊണ്ട് പെരുമ്പാവൂരിലെ ആളുകളുടെ ഹൃദയത്തിൽ എനിക്കൊരു ഇടമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ അവർക്കും ഒരു ഇടമുണ്ട്. എനിക്ക് അവിടെ ജയിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അത് നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ഞാൻ പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പ് എന്ന് പറയാൻ ആർക്കും കഴിയില്ലോ. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പലർക്കും അങ്ങനെ പറയാൻ കഴിയില്ല, പക്ഷേ അവർ എന്നെ പരിഗണിക്കുന്നുണ്ട്. പെരുമ്പാവൂരിലെ വീട്ടിലെത്തി അടുപ്പമുള്ള നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനുള്ള എൽദോസ് കുന്നപ്പള്ളിയുടെ തീരുമാനം. പിന്തുണ എൽദോസിന് ഒരു വിഭാഗം പ്രാദേശിക നേതാക്കൾ പറഞ്ഞു. പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി MLA ആയിരിക്കുന്ന അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി MLA വളരെ പക്വതാപരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഉത്തരവാദിത്തപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് കഴിയാവുന്ന തലത്തിൽ വളരെ മികവുറ്റ രീതിയിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. പെരുമ്പാവൂർ ബൈപ്പാസ് അടക്കം കാലടിപ്പാലത്തിന്റെ നിർമ്മാണം അടക്കം അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എത്രയും ശ്രദ്ധയും ശ്ലാഘനീയവും. ബഹുമാനപ്പെട്ട KPCC നേതൃത്വവും ബഹുമാനപ്പെട്ട AICC നേതൃത്വവും ഈ അവസാന നിമിഷത്തിലെങ്കിലും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.
ലിഡിയ ജേക്കബ് വാർത്തകൾ ചേർന്നു. ലിഡിയ, ഈ പറയുന്ന കേസും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും ഒരു പൊതു സ്വീകാരനാണ് മണ്ഡലത്തിൽ എൽദോസ് കുന്നപ്പള്ളി. അപ്പോൾ എൽദോസ് കുന്നപ്പള്ളി അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയാണെങ്കിൽ എൽദോസ് ജയിക്കില്ലെങ്കിലും മനോജ് മൂത്തേടത്തിന്റെ UDF സ്ഥാനാർത്ഥിയുടെ പരാജയം ഉറപ്പിക്കാൻ എൽദോസിന് കഴിയും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ലിഡിയ, സ്വതന്ത്രനാകാൻ തന്നെയാണോ എൽദോസിന്റെ ഫൈനൽ തീരുമാനം? ഹാഷ്മി, സ്വതന്ത്രനായി മത്സരിക്കാൻ തന്നെയാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ ഫൈനൽ തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് സീറ്റ് ഇല്ലെങ്കിൽ, പട്ടികയിൽ പേരില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നാണ് എൽദോസ് കുന്നപ്പള്ളി പറയുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ വീട്ടിലുണ്ട്. അദ്ദേഹം ഒന്ന് പുറത്തു പോയതാണ്, മറ്റ് ആവശ്യങ്ങൾക്കായി പുറത്തു പോയതാണ്. ഈ അടുത്ത വൃത്തങ്ങളടക്കം സൂചിപ്പിക്കുന്നത് തങ്ങൾ എൽദോസ് കുന്നപ്പള്ളിയുടെ ഒപ്പം പിന്തുണയായി ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ എൽദോസ് കുന്നപ്പള്ളിക്കൊപ്പമാണുള്ളത്. പ്രത്യേകിച്ച് 7 പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒപ്പം ഒരു മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണും കൂടി AICCക്ക് ഈ തരത്തിൽ ഈ കാര്യം അറിയിച്ച് കത്തയച്ചിട്ടുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അത്തരത്തിൽ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും ഒപ്പം അതുപോലെ തന്നെ ഈ മണ്ഡലത്തിലുള്ള പല ആളുകളുമായൊക്കെ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് രാവിലെ വിമാനത്താവളത്തിൽ വെച്ച് ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിയ ശേഷം ഒരു ആത്മവിശ്വാസവും കാര്യങ്ങളുമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. അതായത് ഹൈക്കമാൻഡ് തന്റെ ആവശ്യം പരിഗണിക്കും, അല്ലെങ്കിൽ തന്നെ പരിഗണിക്കുമെന്നുള്ള ആത്മവിശ്വാസവും കാര്യങ്ങളുമൊക്കെ എൽദോസ് കുന്നപ്പള്ളി പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് വീട്ടിലേക്കെത്തി അടുത്ത വൃത്തങ്ങളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സീറ്റില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും എൽദോസ് കുന്നപ്പള്ളി സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന് വലിയ ക്ഷീണം ചെയ്യും എന്നതിൽ തർക്കമില്ല. പ്രത്യേകിച്ച് നിലവിൽ 2 പേരുകളാണ് പരിഗണിക്കുന്നത്. ഒന്ന് മനോജ് മുത്തേടനും ഒന്ന് ഉല്ലാസ് തോമസുമാണ്. 2 പേരും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്നു. അതിൽ തന്നെ ഇപ്പോൾ മനോജ് മുത്തേടന്റെ പേരിനാണ് കൂടുതൽ മുൻതൂക്കമുള്ളത്. മനോജ് മുത്തേടനാകും സ്ഥാനാർത്ഥി എന്ന ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ പ്രത്യേകിച്ച് സഭയുടെ അടക്കം പിന്തുണ ലഭിക്കാത്തതായി വരും. അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വോട്ട് സ്പ്ലിറ്റ് ആകാനുള്ള ഒരു സാധ്യത കൂടി ഇതിൽ ഉണ്ട് എന്നാണ് ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നിലനിൽപ്പിന് വലിയ ദോഷം ചെയ്യും. അല്ലെങ്കിൽ മനോജ് മുത്തേടനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എൽദോസ് കുന്നപ്പള്ളി എത്തുമ്പോൾ അത് വലിയ ക്ഷീണം കോൺഗ്രസിന് ചെയ്യും എന്നതിൽ തർക്കമില്ല എന്നുള്ളതാണ്. എന്തായാലും അന്തിമ പട്ടിക വരുന്നതുവരെ കാത്തിരിക്കാനാണ് തീരുമാനം. അന്തിമ പട്ടിക വന്നതിന് ശേഷം തീരുമാനത്തിലേക്ക്, അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കണോ വേണ്ടയോ എന്നതിലേക്ക് തീരുമാനത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ്. സീറ്റ് നൽകിയില്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് തന്നെയാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ തീരുമാനം. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷം എൽദോസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ആലോചനയിലേക്ക് പോകുന്നു. അനുനയ നീക്കങ്ങളുണ്ട്. രമേശ് ചെന്നിത്തലയൊക്കെ നേരിട്ട് ബന്ധപ്പെടുന്നുണ്ട് എൽദോസിനെ മത്സരിക്കരുതെന്ന് പറയാൻ. ദീപ്തി മേരി വർഗീസ് സംസാരിക്കാൻ നേരത്തെ വാക്കുകളിലേക്ക്. അതിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചി സാന്താക്രൂസി വന്നപ്പോൾ ഇവിടെ വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പിതാവിനെ കാണാൻ ഒരു അവസരം ഉണ്ടായതുകൊണ്ട് വന്ന് കണ്ടു എന്നുള്ളതേ ഉള്ളൂ. ഇല്ല, ഒരറിയിപ്പും കിട്ടിയിട്ടില്ല. അല്ല, അവസാന നിമിഷം വരെ പ്രതീക്ഷയുണ്ട്. നോക്കാതെ വരട്ടെ. കൊച്ചിയുടെ ചാർജ് ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. അതും കൂടി സംയോജിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ വന്നത്. ഇവിടെ ഇപ്പോൾ UDFന്റെ യോഗം നടന്നു, ഇന്നലെ നടന്നു. മറ്റുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ മുതിർന്ന നേതാക്കളുണ്ട്, അവരെല്ലാവരും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടും കൂടി എനിക്കും പ്രവർത്തിക്കാനുണ്ടല്ലോ. സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, KPC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ചില ചാർജുകൾ എനിക്ക് കൊച്ചിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതെല്ലാമായിട്ട് ബന്ധപ്പെട്ടും കൂടിയാണ് കൊച്ചിയിൽ തുടരുന്നത്. സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടാകും. ഞാൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞാൻ പ്രവർത്തിക്കും, അല്ല മറ്റൊരാളാണെങ്കിൽ ആ സ്ഥാനാർത്ഥിയോടൊപ്പം തന്നെ ഉണ്ടാകും. ഇന്ന് അനൗൺസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെ പേരിൽ കൊച്ചി നിയോജകമണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി പേരിൽ ചില ബോർഡറും ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു ചില യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ. ദീപ്തി മേരി വർഗീസ് സംസാരിക്കുകയായിരുന്നു. ദീപ്തി മേരി വർഗീസ് അവിടെ ഇപ്പോഴും സ്ഥാനാർത്ഥം കൊച്ചിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഷിയാസിന്റെ പേര് തന്നെയാണ് ഫൈനൽ പട്ടികയിലുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ദീപ്തി മേരി വർഗീസ് പറയുകയാണ്, UDF സ്ഥാനാർത്ഥിയാണെന്നുണ്ടെങ്കിൽ ഞാൻ മത്സരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ UDF സ്ഥാനാർത്ഥി വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുകയാണ്. ഏതെങ്കിലും തരത്തിൽ സ്വതന്ത്രയായി മത്സരിക്കും എന്ന് പറഞ്ഞാൽ ദീപ്തി മേരി വർഗീസ് ഒക്കെ മഹാരാജാസ് കോളേജിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി ഇക്കാലം അത്രയും ഈ കണ്ട വർഷങ്ങളൊക്കെയും ഏതെങ്കിലും തരത്തിൽ കാര്യമായ ഒരു അധികാര പദവികളൊന്നും കിട്ടാതെ പ്രവർത്തിച്ച കോൺഗ്രസ് പ്രവർത്തകയാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയതാകട്ടെ ഒരു കൊച്ചി കോർപ്പറേഷനിലെ മേയർ സ്ഥാനം, അല്ലെങ്കിൽ മേയറാക്കാം എന്ന ഉറപ്പിൽ മത്സരിച്ച് ലാസ്റ്റ് ഏറ്റവും ഒടുവിൽ VK മിനിക്ക് വേണ്ടി അത് മാറിക്കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ പോലും ഉണ്ടായി. അപ്പോൾ പൊട്ടിത്തെറിക്കാനാണെങ്കിൽ ആരെക്കാളും കൂടുതൽ പൊട്ടിത്തെറിക്കാനുള്ള ധാർമ്മികാവകാശം ദീപ്തി മേരി വർഗീസിനുണ്ട്. ഇപ്പോഴും ദീപ്തി പക്വമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ മറ്റു രാഷ്ട്രീയ നേതാക്കൾക്ക് ദീപ്തിയെ മാതൃകയാക്കാവുന്നതാണ്. വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ, ഇപ്പോഴും പക്ഷേ ദീപ്തി പ്രതീക്ഷിക്കുന്നുണ്ട്, എൽദോസ് പ്രതീക്ഷിക്കുന്നത് പോലെ ഫൈനൽ ഘട്ടത്തിൽ കൊച്ചിയിൽ തന്റെ പേര് വരും എന്ന കാര്യത്തിൽ. വിപിൻ അല്ലേ?
തീർച്ചയായും ഹാഷ്മി, ഒരു യെസ് ഓർ നോ ഇതുവരെയും നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മുന്നൊരുക്കങ്ങളും താൻ നടത്തി ഇപ്പോഴും കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ദീപ്തി മേരി വർഗീസ് പറയുന്നത്. അത് നാമനിർദ്ദേശ പത്രിക പൂരിപ്പിക്കുന്നതിൽ തുടങ്ങി അവരുടെ പോസ്റ്റർ വരെ എല്ലാം തയ്യാറായിരിക്കുന്നു. ഇനി ആ വിവരം ലഭിച്ചാൽ മാത്രം മതി. ഇനി അത് നോ ആണെങ്കിൽ പോലും താൻ UDF-നൊപ്പം നിൽക്കും, താൻ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകും, മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളുമായി താൻ പോകും എന്നുള്ളതാണ് ഇപ്പോൾ ദീപ്തി പറഞ്ഞു വെക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ പ്രധാനമായിട്ടുള്ള പള്ളികളിലൊക്കെ തന്നെ ദീപ്തി മേരി വർഗീസ് എത്തുന്നു. ഇപ്പോഴിതാ കൊച്ചി രൂപത ആസ്ഥാനത്തെത്തി ബിഷപ്പ് ആന്റണി കാട്ടിൽപ്പറമ്പിലുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ എല്ലാ വിധത്തിലുള്ള പിന്തുണയും സഭയുടേത് ഉണ്ടാകും എന്നുള്ള ഉറപ്പ് തനിക്ക് ലഭിച്ചു എന്ന് വരെ ഇപ്പോൾ ഇതാ ദീപ്തി മേരി വർഗീസ് പറഞ്ഞു വെക്കുകയാണ്. അതായത് അവർ എല്ലാ തരത്തിലും അവരുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു എന്നുള്ളത് നിസ്സംശയം തന്നെ പറയാം. ഒപ്പം ഈ കൊച്ചിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിനു മുൻപ് മേയർ സ്ഥാനത്തിലേക്ക് വന്നപ്പോൾ ലത്തീൻ സഭ അത് ക്ലെയിം ചെയ്യുകയും അങ്ങനെ അത് മിനിമോളിലേക്ക് വന്നു ചേരുകയുമായിരുന്നു. അതിനുശേഷം ഇവിടെ സമുദായ സമവാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ ലത്തീൻ സഭ പറയുന്നത് കൂടി പരിഗണിക്കണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ എന്നുള്ളത് അവർ പരസ്യമായി തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. ഇപ്പോൾ അത് ഷിയാസിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ കൂടുതലായി ആ ചർച്ചകൾ ആ രീതിക്ക് കൂടി അത് നടക്കും. ഷിയാസും അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് വരും, അല്ലെങ്കിൽ ഈ പ്രഖ്യാപനം കഴിഞ്ഞാൽ സഭാസ്ഥാനത്തേക്ക് വരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അവസാന നിമിഷം വരെ സസ്പെൻസ് നിൽക്കുന്ന ഒരു മണ്ഡലമായി കൊച്ചി മണ്ഡലം മാറുന്നു. രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെ പോസ്റ്റർ അടിക്കുകയും പ്രധാനപ്പെട്ട നേതാക്കളെ കാണുകയും ചെയ്യുന്നു. അതിപ്പോൾ കൊച്ചി ആസ്ഥാനത്തേക്ക് വരെ എത്തിയിരിക്കുകയാണ്. ഇനി സ്ഥാനമില്ലെങ്കിൽ പോലും താൻ ഒരു തർക്കത്തിനില്ല എന്നുള്ളത് ഈ ഘട്ടത്തിൽ പോലും പരസ്യമായി തന്നെ പറയുകയാണ് ദീപ്തി മേരി വർഗീസ്. ഓക്കെ, വിപിൻ സി വിജയനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലും ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പക്ഷേ കൊച്ചിയിൽ ഒരു പൊട്ടിത്തെറിയിലേക്കൊന്നും പോകാനിടയില്ല. ദീപ്തി മേരി വർഗീസിന് ഇപ്പോൾ സീറ്റ് കിട്ടുന്നില്ലെങ്കിൽ കൂടിയും അത് ദീപ്തി പറയുന്നു, സീറ്റ് കിട്ടിയാൽ ഞാൻ പ്രവർത്തിക്കും, ഇല്ലെങ്കിൽ അവിടുത്തെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പക്വമായി പറയുകയാണ് ദീപ്തി. കണ്ണൂർ ധർമ്മടത്ത് LDF സ്ഥാനാർത്ഥിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF നേതാക്കൾക്കൊപ്പമെത്തിയാണ് പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തിയത്. വിവിധയിടങ്ങളിൽ UDF സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക ഇന്ന് നൽകി. പിണറായിയിൽ നിന്ന് വാഹന പ്രചാരണ ജാഥയായി എത്തി തലശ്ശേരി സബ് രജിസ്ട്രാർ ഓഫീസിൽ പത്രിക സമർപ്പിക്കാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ പിന്നീട് വാഹന പ്രചാരണ ജാഥ ഒഴിവാക്കി. സ്പീക്കർ AN ഷംസീർ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. റിട്ടേണിംഗ് ഓഫീസർ സച്ചിൻ കൃഷ്ണയ്ക്കാണ് പിണറായി വിജയൻ പത്രിക സമർപ്പിച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മടങ്ങിയ മുഖ്യമന്ത്രിയോട് വിവിധ വിഷയങ്ങളിൽ മറുപടി തേടി. പറയാനുണ്ട്, പിന്നെ പറയാം എന്നായിരുന്നു പ്രതികരണം. മൂന്നാം തവണയാണ് പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിക്കുന്നത്. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി, കരുനാഗപ്പള്ളിയിൽ CR മഹേഷ്, കോങ്ങാട് KA തുളസി, കളമശ്ശേരിയിൽ VA അബ്ദുൾ ഗഫൂർ തുടങ്ങിയ UDF സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. അതിനിടയിൽ മണ്ഡലം മാറണമെന്ന മന്ത്രി V അബ്ദുറഹ്മാന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു CPIM. താനൂരിൽ നിന്ന് തിരൂരിലേക്ക് മാറണമെന്ന V അബ്ദുറഹ്മാന്റെ ആവശ്യം CPIM അംഗീകരിച്ചു. മാറ്റത്തിന് വിധേയമാണല്ലോ എല്ലാം എന്നായിരുന്നു അബ്ദുറഹ്മാനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. അബ്ദുറഹ്മാൻ എവിടെയാണ് മത്സരിക്കേണ്ടത് എന്ന് അബ്ദുറഹ്മാൻ സ്വതന്ത്രനല്ലേ, സ്വതന്ത്രമായി അത് കുഴപ്പമില്ല, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. മാറ്റത്തിന് വിധേയമാവാതെ എന്തെങ്കിലും ലോകത്തുണ്ടോ? അബ്ദുറഹ്മാൻ മത്സരിക്കും തന്നെയാണ്. ഇന്ന് V അബ്ദുറഹ്മാനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി R സീത്ത്. V അബ്ദുറഹ്മാൻ MV ഗോവിന്ദൻ പറയുന്ന പോലെ സ്വതന്ത്രനാണ്. അപ്പോൾ CPM പ്രഖ്യാപിച്ച അല്ലെങ്കിൽ LDF പ്രഖ്യാപിച്ച ഒരു സീറ്റ്, അതിൽ നിന്നും ഞാൻ ഇവിടെ മത്സരിക്കാനില്ല എന്ന രോഷപ്രകടനം അല്ലെങ്കിൽ അതൃപ്തി അറിയിച്ച് പ്രചരണത്തിന് ഇറങ്ങാതിരിക്കൽ, ആ ദിവസങ്ങൾ നീളൽ, പിന്നീട് അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം മറ്റൊരു സീറ്റിലേക്ക് മാറ്റിക്കൊടുക്കൽ, മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച. V അബ്ദുറഹ്മാൻ അതിനും മാത്രമുള്ള സ്വാധീനം എന്താണ്? മന്ത്രിയാണ് ശരി, പക്ഷേ എന്നൊരു സംശയം സ്വാഭാവികമുണ്ട്. ശ്രീത്, ഹാഷ്മി, മലപ്പുറത്തെ പൊതുരാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം തന്നെയാണ്. പൊതുരാഷ്ട്രീയത്തിൽ CPIM-നുള്ള പരിമിതിയാണ് അബ്ദുറഹ്മാനെ കൊണ്ട് ഇത്തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ ഇട നൽകുന്നത്. അബ്ദുറഹ്മാൻ സ്വന്തം നാട് തിരൂരാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് തിരൂരിലേക്ക് മാറാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം 2016-ലും 2021-ലും താനൂരിൽ നിന്നാണ് മത്സരിച്ചത്. ഇത്തവണ അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ലാതിരുന്നു, എന്നാൽ പാർട്ടി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മത്സരിക്കുകയാണെങ്കിൽ തിരൂരിലാകാം എന്നാണ് അബ്ദുറഹ്മാൻ്റെ നിലപാട്. അക്കാര്യത്തിൽ
പാർട്ടി അദ്ദേഹത്തെ അനുനയിപ്പിച്ച് കൊണ്ടുവരികയാണ്. നേരത്തെ തിരൂർ സീറ്റ് സ്ഥാനാർത്ഥിയെ കിട്ടാത്ത കൊണ്ട് ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തിരൂരിലേക്കുള്ള അബ്ദുറഹ്മാന്റെ മാറ്റത്തിന് മുന്നിൽ മറ്റു തടസ്സങ്ങളൊന്നുമില്ല. താനൂരിൽ ഒരാളെ പുതുതായി കണ്ടെത്തിയാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് CPIMന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ എത്തുന്നുണ്ട്. അബ്ദുറഹ്മാനുമായി അവിടെ വെച്ച് സംസാരിച്ച ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എത്തും. അബ്ദുറഹ്മാന്റെ മണ്ഡലം മാറ്റം സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റിയോട് ഉചിതമായ തീരുമാനമെടുക്കാൻ നിർദ്ദേശിച്ചുവെന്നാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ജയിച്ച ആളാണ് അവിടെ, പക്ഷേ ഏറ്റവും ഒടുവിൽ ജയിക്കുമ്പോൾ നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ജയിച്ചത്. അപ്പോൾ അവിടെ മത്സരിക്കുന്നതിൽ നിന്ന് V അബ്ദുറഹ്മാനെ തടയുന്നത് തോൽവി ഭയമാണോ ശ്രീത്? തോൽവി ഭയം അടക്കമുള്ള കാരണങ്ങൾ അബ്ദുറഹ്മാനെ താനൂരിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. 2016 അബ്ദുറഹ്മാൻ രണ്ടത്താണിയോട് V അബ്ദുറഹ്മാൻ വിജയിക്കുമ്പോൾ അദ്ദേഹത്തിന് 5000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ 2021 PK ഫിറോസിനോട് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 1000 വോട്ടിനേക്കാൾ താഴ്ന്നു. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ താനൂർ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമാണ് ലീഗിനുണ്ടായത്. ആ ലീഗ് മുന്നേറ്റത്തിൽ കടപുഴകി വീഴുമോ എന്ന ആശങ്കയും താനൂരിൽ നിന്ന് മാറാനുള്ള നീക്കത്തിൽ അബ്ദുറഹ്മാൻ പ്രേരണയായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വലിയ തോതിലുള്ള വർദ്ധിത വീര്യത്തോടെ ഇത്തവണ അബ്ദുറഹ്മാനെ പരാജയപ്പെടുത്തണമെന്നുള്ള ഒരു വാശി ലീഗ് പ്രവർത്തകർക്കും മറ്റുമുണ്ട്. ഇത് പൊതുവെ രാഷ്ട്രീയ സാഹചര്യം തനിക്ക് അനുകൂലമല്ലെന്ന് മനസ്സിലാക്കി കൂടിയാവണം അബ്ദുറഹ്മാന്റെ തിരൂരിലേക്കുള്ള മാറ്റം. യെസ്, അബ്ദുറഹ്മാൻ വ്യവസായി കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും കച്ചവടക്കാർക്ക് ലാഭം മാത്രമേ അവർ നഷ്ടം നോക്കിയ ഒരു പരിപാടിക്ക് ഇറങ്ങില്ല. അപ്പോൾ സ്വാഭാവികമായും PK ഫിറോസുമായി 970 ചില്ലുവാനം വോട്ട്, 978 വോട്ടെന്തോ മാത്രമായിരുന്നു കഴിഞ്ഞ ഭൂരിപക്ഷം. അപ്പോൾ ആ ഭൂരിപക്ഷത്തിൽ 5 വർഷം കൂടി കഴിയുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ആൻറ്റി ഇൻകുംബൻസി, അവിടെ ലീഗിനുണ്ടാകുന്ന ഒരു മുന്നേറ്റമൊക്കെ കാണുമ്പോൾ ഇത്തവണ നിന്നാൽ കാര്യങ്ങൾ പന്തിയല്ല എന്ന് കരുതിയാണ് താനൂരിൽ വേണ്ട എന്ന ഈ പിടിവാശിയിൽ നിന്ന് മന്ത്രി അബ്ദുറഹ്മാൻ. പക്ഷേ CPM അതിന് വഴങ്ങുന്നുണ്ട്. അദ്ദേഹം പറയുന്ന തിരൂരിലേക്ക് മാറ്റിക്കൊടുക്കുകയാണ്. മുസ്ലിം ലീഗിൽ വിമത ശബ്ദമുയർത്തി അബ്ദുറഹ്മാൻ എണ്ണത്താണിയെയും ഷാഫി ചാലിയത്തെയും മെരുക്കി നേതൃത്വം. പാർട്ടിയിലെ ആഭ്യന്തര വിഷയങ്ങളാണ് അഭിപ്രായം പറഞ്ഞതെന്നാണ് അബ്ദുറഹ്മാൻ എണ്ണത്താണിയുടെ പ്രതികരണം. നിർഭാഗ്യം കൊണ്ടാണ് സീറ്റ് ലഭിക്കാതെ പോയതെന്നും പാർട്ടിയെ കുറ്റപ്പെടുത്താനില്ലെന്നും ഷാഫി ചാലിയം പ്രതികരിച്ചു. ലീഗിന്റെ പൊന്നാവരം കോട്ടയായ മലപ്പുറത്തെ 2 നേതാക്കളെ അടർത്തിയെടുക്കുകയെന്ന ഇടതുമോഹമാണ് ഒറ്റ രാത്രി കൊണ്ട് പൊലിഞ്ഞത്. ഉന്നയിച്ച അതൃപ്തികളിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളോ PK കുഞ്ഞാലിക്കുട്ടിയോ ഇടപെട്ട് സംസാരിച്ചാൽ പരിഹാരമുണ്ടാക്കാമെന്നുറച്ച രണ്ടത്താണിയെ രാത്രിയോടെ നേതൃത്വം പാണക്കാട്ടേക്ക് വിളിപ്പിച്ചു. അബ്ബാസ് അലി തങ്ങളുടെ വീട്ടിൽ നടത്തിയ ചർച്ചയിൽ രണ്ടത്താണി വഴങ്ങി. ഞങ്ങൾ ഇന്നലെ എൻ്റെ മുമ്പിലുള്ള എൻ്റെ പ്രയാസങ്ങളും കാര്യങ്ങളുമൊക്കെ അവരുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചു. ആ വിഷയങ്ങളൊക്കെ അവർ വളരെ ഗൗരവപൂർവ്വം തന്നെ കേൾക്കുകയും വളരെ അനുകൂലമായ രീതിയിൽ തന്നെ അതിനോടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് വരെയുള്ള എൻ്റെ പാർട്ടിയിലുള്ള എൻ്റെ നേതൃത്വത്തിലുള്ള വിശ്വാസത്തിന് ഒരു ചാഞ്ചല്യവും ഉണ്ടായിട്ടില്ല. വള്ളിക്കുന്നിലേക്ക് ലീഗ് പരിഗണിച്ചിരുന്നത് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയത്തെ. ഷാഫിയെ മാറ്റിയെന്നറിഞ്ഞതോടെയാണ് സീറ്റ് വാഗ്ദാനവുമായി LDF രംഗത്തെത്തിയത്. തനിക്ക് സീറ്റ് തരാൻ നേതൃത്വം പരമാവധി ശ്രമിച്ചെന്നും സാധ്യമാകാത്തത് തന്റെ നിർഭാഗ്യം കൊണ്ടെന്നും ഷാഫി ചാലിയം 24നോട് പറഞ്ഞു. അവർക്ക് എന്നെ പരിഗണിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. അത് മനഃപൂർവ്വമല്ല. മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതാക്കളുമായി ദിവസേന സമ്പർക്കമുള്ള ഒരാളാണ് ഞാനങ്ങനെ എന്തെങ്കിലും സ്ഥാനം കിട്ടിയാൽ ചാടിപ്പോകുന്ന ഒരാളാണെന്ന അഭിപ്രായം അവർക്കില്ല. അവർക്ക് എന്നെ പരിഗണിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. തങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എതിർ സ്വരങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK അബ്ദുറബ്ബ്. പാർട്ടി നേതൃത്വം എന്താണോ അത് ഏത് പാർട്ടിയാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വത്തെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാതിരുന്നാൽ അവരൊരു എന്താ പറയുക, അവരവരുടെ സ്വന്തം താല്പര്യത്തിന് പോവാന്നുള്ളൂ. ലീഗ് നേതാക്കളെ പാർട്ടി അടിത്തറയുള്ള മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് സീറ്റ് പിടിച്ചെടുക്കുകയെന്ന ഇടതു പദ്ധതിയാണ് ഇതോടെ പൊളിഞ്ഞത്. നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കില്ല. അന്വേഷണ സംഘത്തിന്റെ ഹർജി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. രാഹുലിന്റെ ഫോണുകളിൽ നിന്നും അതിജീവിതകളുടെ നമ്പർ നീക്കം ചെയ്ത് കോടതിയെ അറിയിക്കണം എന്നും നിർദ്ദേശമുണ്ട്. റിനോ ശ്രീധർ വിവരങ്ങളും ചേർന്നു. റിനോ, ഈ അതിജീവിതയെ വിളിച്ചു എന്നുള്ളതായിരുന്നല്ലോ ഈ ജാമ്യം റദ്ദാക്കാൻ കാരണമായി പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് അതിജീവിതയെ വിളിച്ചു എന്നതിന് എന്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകന്റെ വാദം, മറുവാദം? റിനു. കാശ്മീർ ജാമ്യം ലഭിച്ചതിന് ശേഷം രണ്ടാം പരാതിക്കാരി, അതായത് KPCC അധ്യക്ഷൻ ഇമെയിൽ സന്ദേശം വഴി പരാതി നൽകുകയും തുടർന്ന് DGPക്ക് കൈമാറുകയും ചെയ്ത ബാംഗ്ലൂർ സ്വദേശിനിയായിട്ടുള്ള അതിജീവിതയാണ് ഈ ജാമ്യം ലഭിച്ചതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഭയമുളവാക്കുന്ന സാഹചര്യമായിരുന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ച ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യ ഹർജി തള്ളണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. പക്ഷേ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് ആ ഹർജി, SITയുടെ ഹർജി തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ
അതായത് പ്രതിഭാഗം ബാധിക്കുന്ന അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് ജാമ്യ ഹർജിയെ ലംഘിക്കുന്ന തരത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളൊരു വാദമാണ് മുന്നോട്ട് വെച്ചത്. എന്തായാലും കോടതി ആ ഹർജി SITയുടെ ഹർജി തള്ളുന്ന ഒരു സാഹചര്യം. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോണിൽ നിന്ന് ഈ അതിജീവിതകളുടെ നമ്പർ എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യണം, അതിനുശേഷം കോടതി ഇക്കാര്യം അറിയിക്കണം എന്നുള്ളൊരു കാര്യം കൂടി അഭിഭാഷകനെ അറിയിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അത്തരമൊരു നടപടി ഉണ്ടാകണമെന്നാണ് കോടതിയുടെ ഇടപെടലിലൂടെ അറിയിച്ചിരിക്കുന്നത്. വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ ശിക്ഷാവിധി ശനിയാഴ്ച. പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റുമോ എന്ന് കോടതിയോട് പ്രതി സന്ദീപ് ചോദിക്കുന്നു. അമ്മയ്ക്ക് താൻ മാത്രമേ ഉള്ളൂവെന്നും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും പ്രതി. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. വാദത്തിനിടെ ഡോക്ടർ വന്ദനാദാസിന്റെ മാതാപിതാക്കൾ കോടതിയിൽ പൊട്ടിക്കരഞ്ഞു. ഷഫീദ് റാവത്തർ വിവരങ്ങൾ വെച്ചിരുന്നു. ഷഫീദ്, ഒരു മനുഷ്യന് പ്രായശ്ചിത്തം ഉണ്ടാവുന്ന എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷേ അങ്ങേയറ്റം കണ്ണിച്ചോരയില്ലാത്ത ഒരു ക്രൂരകൃത്യം ചെയ്തിട്ട് ഒരച്ഛനെയും അമ്മയും നിതാന്തമായി കണ്ണീരിലാഴ്ത്തിയിട്ട് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റുമെന്ന് കോടതിയോട് ചോദിക്കുന്നത് അന്യായമാണ്. ഷഫീദ്, ഹഷ്മി, കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഇന്ന് ഈ വന്ദന കേസുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധിയിൽ വാദം നടന്നത്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം കുറ്റക്കാരനാണ്, പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. ഇതിൽ ആദ്യം തന്നെ ഈ പ്രതിയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബോധപൂർവമല്ലാതെ ചെയ്ത കാര്യമാണ്, എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, മാത്രമല്ല ഇനിയുള്ള ജീവിതത്തിൽ പ്രായശ്ചിത്തം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്, തനിക്ക് പ്രായമായ അമ്മ മാത്രമാണ് ഉള്ളത് എന്നുള്ള കാര്യം സന്ദീപ് കോടതിയിൽ അറിയിച്ചു. അതിനുശേഷമാണ് പ്രോസിക്യൂഷനും അതേപോലെ തന്നെ പ്രതിഭാഗവും വാദങ്ങൾ നടത്തിയത്. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ബാലിശമായ കാരണങ്ങൾ മാത്രമാണ് പ്രതിയുടെ പ്രോസിക്യൂഷൻ ഇന്ന് നിലപാടെടുത്തു. പശ്ചാത്തലത്തിന്റെ ഒരു കണിക പോലും പ്രതിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല സഹായിക്കാൻ വന്നവരെയാണ് പ്രതി ആക്രമിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ശിക്ഷ വിധിക്കുമ്പോൾ കൊല്ലപ്പെട്ടത് ആരെന്ന് കോടതി പരിഗണിക്കണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. വന്ദനയുടെ പ്രായം ഉൾപ്പെടെ കണക്കിലെടുക്കണം. നടന്നത് ക്രൂര കൊലപാതകങ്ങളാണ്, അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണ്ട് പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണം എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ പ്രതിഭാഗം ഇക്കാര്യത്തെ എതിർത്തത് ഈ വിവിധ സുപ്രീം കോടതി വിധികളടക്കമുള്ള കാര്യങ്ങൾ വായിച്ചാണ്. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇത് അപൂർവമായ കേസായി പരിഗണിക്കരുത്, മാത്രമല്ല വധശിക്ഷ നൽകേണ്ട കാര്യമില്ല. ഡോക്ടറെ കൊലപ്പെടുത്തൽ എന്ന ഉദ്ദേശത്തോടെയല്ല സന്ദീപ് ആശുപത്രിയിൽ എത്തിയത്. പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നൊരു അധ്യാപകൻ ബോധപൂർവ്വം അത് ചെയ്യില്ലെന്നും മാത്രമല്ല ജയിലിലെ സൈക്കാട്രിക് പുസ്തകം വായിച്ചത് അത് താൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് സന്ദീപ് ആ പുസ്തകങ്ങൾ വായിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു പ്രതിഭാഗത്തിന്റെ ഡിഫൻസ്. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ മറ്റന്നാൾ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഇക്കാര്യത്തിൽ വിധി പറയും. കോടതിയിൽ നാടകീയമായ സംഭവങ്ങളും എന്തായാലും അതുണ്ടായി. പക്ഷേ ഈ എന്താണ് ഒരു വളർന്നു വരുന്ന പ്രായത്തിൽ അല്ലെങ്കിൽ ഏറ്റവും സമൂഹത്തിന് ഗുണകരമാവേണ്ട ഒരു ഡോക്ടറെ, ഒരു യുവ ഡോക്ടറെ കൊന്നു കളഞ്ഞു. അച്ഛനും അമ്മയ്ക്കും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മകളെ കൊന്നു കളഞ്ഞു. അപ്പോൾ അതിൽ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ജീവൻ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആ ജീവൻ തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് പ്രായശ്ചിത്തം ഇല്ല. ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ധന കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം തുടരുന്നു ഇറാൻ. സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡിലുണ്ടായ ആക്രമണത്തിന് പകരമായി ഇറാൻ ഖത്തറിലെ റാസ്ലഫാൻ ഇൻഡസ്ട്രിയൽ ഡ്രോൺ ആക്രമിച്ചു. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാൻ ആക്രമണം നിർത്തണമെന്ന് ഗൾഫ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ കൂട്ടായ്മ ആവശ്യപ്പെടുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ 20ാം ദിവസവും ഇറാൻ ലക്ഷ്യമിട്ടത് ഗൾഫ് മേഖലയിലെ പ്രധാന ഇന്ധന കേന്ദ്രങ്ങളെയാണ്. സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡിലുണ്ടായ ആക്രമണത്തിന് പകരമായി ഇറാൻ ഖത്തറിലെ റാസ്ലഫാൻ ഇൻഡസ്ട്രിയൽ സോൺ ആക്രമിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ LNG ഉൽപാദന കേന്ദ്രമാണിത്. പിന്നാലെ ഇറാൻ എംബസി ജീവനക്കാരോട് നാട്ടിലേക്ക് മടങ്ങാൻ ഖത്തർ ആവശ്യപ്പെട്ടു. അബുദാബിയിലെ ഹെബ്ഷൻ, ബാബ് എന്നീ ഇന്ധന കേന്ദ്രങ്ങളിലേക്ക് ആക്രമണ ശ്രമമുണ്ടായി. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലെ എണ്ണവാതക നിലയങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം പ്രതിരോധ മന്ത്രാലയം ചെറുത്തു. ഇറാൻ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഗൾഫ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. കുവൈറ്റിലും ബഹ്റൈനിലും ആക്രമണ ശ്രമമുണ്ടായി. അതേസമയം UAEയിൽ നിന്ന് വിദേശ മൂലധന നിക്ഷേപം മാറ്റാൻ നിയന്ത്രണമില്ലെന്ന് സാമ്പത്തിക മന്ത്രാലയം വ്യക്തമാക്കി. 24 ദുബായ്. എപ്പോൾ വരുമെന്ന് അറിയില്ലെങ്കിൽ ഇപ്പോൾ വരും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക, അടുത്ത പട്ടിക എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് എപ്പോൾ വരുമെന്ന് നമുക്ക് ഇപ്പോഴും സ്ഥിരീകരണമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.